ഹലോ, എല്ലാവർക്കും മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ യാത്രകളൊക്കെ തുടങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ യാത്രയുടെ മുന്നോടിയായിട്ട് ഞങ്ങളിതിപ്പോൾ ചെറിയൊരു നൈറ്റ് ഡ്രൈവാണ് നടത്തുന്നത്. നൈറ്റ് ഡ്രൈവ് മാത്രമല്ല, ചെറിയൊരു ട്രക്കിങ്ങും കൂടിയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കോർഫക്കാലിൽ വന്നിരിക്കുവാണ്. ഇപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന മൗണ്ടൈൻ്റെ ഒക്കെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ റോഡുകൾ പോകുന്നുണ്ടാവും. അത്യാവശ്യം കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ കുഴിയും ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ്. എന്നാലും ഓടിക്കാൻ ഒരു രസമുള്ള സ്ഥലം തന്നെയാണ്. പകലൊക്കെ 2-3 പ്രാവശ്യം ഞങ്ങൾ ഈ റോഡിലൂടെയൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണെങ്കിലും രാത്രിയിൽ വരിക എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസും കൂടിയായിരുന്നു. നമ്മൾ ഷാർജയിൽ നിന്ന് പോകുമ്പം കോർഫക്കാൻ ആ ഒരു സൈഡിലെത്തിയിട്ട് നമ്മൾ റൈറ്റ് എടുത്തിട്ട് ഈ ഒരു വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഈ ഒരു ബോർഡർ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നുമില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ കച്ചയും കുറച്ച് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഒരു പുഴയൊക്കെ ഒഴുകുന്ന സ്ഥലം. ആദ്യമൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. പിന്നെ പോരാത്തതിനും നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ഫെബ്രുവരി സമയത്തൊക്കെ നല്ല അത്യാവശ്യം വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ആ മഴയ്ക്ക് ശേഷമൊക്കെ അത്യാവശ്യം നല്ല മോശപ്പെട്ട ഒരു റോഡെന്ന് തന്നെ പറയാം. പഴയ പോലെയൊന്നും അല്ല, മറ്റേ മഴയത്തൊക്കെ മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ മഴ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വരുന്ന ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുളം പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പണ്ട് മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ട്രിപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നതെങ്കിലും നമ്മളിപ്പം നമ്മുടെ ഫാമിലി മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിന് ആരും ഇല്ലല്ലോ എന്നൊരു ടെൻഷൻ എന്തായാലും ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് റോഡ് മുന്നിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് ഒന്ന് ഇറങ്ങിയിട്ട് വഴിയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഓടിച്ചോടിച്ച് പോയത്. കുറേ ദൂരം ഇങ്ങനെ കല്ലും മണ്ണും വെള്ളമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയായിരുന്നെങ്കിലും പിന്നെ കുറച്ചുകൂടെ കൊണ്ട് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഫാമുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെയൊക്കെ കുറച്ചുകൂടി ഒന്ന് നിരപ്പായിട്ടുള്ള റോഡുകളാണ്. എന്നാലും ഒന്ന് ഒരു നല്ല കുത്തനെയുള്ള തേരി പോലെയുള്ള ഏരിയ ആണുള്ളത്. നമ്മൾ റോഡിൽ നിന്ന് അധികം ദൂരത്തല്ല. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോഡിലെ ലൈറ്റൊക്കെ കാണാമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി തിരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഫുള്ള് ഇവിടെ ഡ്രൈവ് ചെയ്തിട്ട് ഈ കാണുന്ന വഴിയിലൂടെ മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റൂ. പോയിട്ട് അടുത്ത ആ ഒരു ഇങ്ങനെ ഒരു റൗണ്ട് പോലെയാണ് വരുന്നത്. അതുവഴി നമുക്ക് തിരിച്ച് കയറാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് പിടിച്ച് പോട്ടാ, ഇവിടെ ചിലപ്പോൾ റോഡ് പ്രശ്നമാകുമ്പോഴത്തേക്ക്.
റൈറ്റ് പിടിക്കാം. പോട്ടെ. ലെഫ്റ്റ് പിടിക്കും, കുറച്ച് ലെഫ്റ്റ് പിടിക്കും, ലെഫ്റ്റ് പിടിക്കും. എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മോശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നത് തന്നെയാണ് സേഫ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ നമുക്ക് കുറവുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു റോഡിലൊക്കെ ഇങ്ങനെ ചാടി വരുമ്പം രാത്രിയും കൂടി ആയത് കാരണം ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മെയിൻ റോഡിലേക്ക് ജോയിൻ്റ് ആകുന്ന ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴേക്കും ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് ഇങ്ങനെ രാത്രി ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിനടുത്തായിട്ട് തന്നെ കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ടിട്ടാണ് വന്നത്. അപ്പം വളരെ മോശമല്ലാത്ത യാത്ര തന്നെയായിരുന്നു. അപ്പം ഇനിയും കൂടുതൽ യാത്രാവിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.